മായ രാത്രി നമുക്ക് ഇപ്രകാരം ഇങ്ങനെ ഒരുമിച്ചായിരിക്കാൻ കർത്താവ് അവസരം ഒരുക്കിയല്ലോ. നിങ്ങളോട് ഒരുമിച്ച് ഇങ്ങനെ ആയിരിക്കാൻ മുഖാന്തരം ആയിത്തീർന്നത് പ്രിയ ഷമേലൂടിച്ചാൻ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചപ്പോ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. തുടർന്ന് അവിടെ സൂക്ഷിക്കുന്ന കർത്താവിന്റെ ദാസൻ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തു. ഇന്നത്തെ മീറ്റിങ്ങിനെ കുറിച്ചുള്ള ക്രമീകരണങ്ങൾ ചെയ്തു. ഇവിടെ ഇപ്പോ ഞങ്ങൾക്ക് രാത്രി 10:11 മണി കഴിഞ്ഞു. പാതിരാത്രിയോടെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്റെ ശബ്ദം കൺട്രോൾ ചെയ്ത് വേണം ശുശ്രൂഷിക്കുവാൻ. കാരണം അടുത്ത വീടുകളിലുള്ളവരെ ശല്യപ്പെടുത്തരുതല്ലോ. അതുകൊണ്ടൊരു ശാന്തമായ അന്തരീക്ഷത്തിൽ പോകാം എന്ന് പ്രതീക്ഷിക്കുന്നു. എന്നെങ്കിലും ദൈവാത്മാവ് നടത്തുന്നത് പോലെ കാര്യങ്ങൾ നടക്കട്ടെ. കർത്താവിന്റെ ദാസൻ ഒപ്പിച്ചതുപോലെ എന്റെ വൈഫ് ഇവിടെ ഉണ്ട്. താഴെ എന്റെ മദറിലോ ഓൾമോസ്റ്റ് ലാസ്റ്റ് സ്റ്റേജിൽ ആയിരിക്കുന്നു. 97 വയസ്സുണ്ട്. കഴിഞ്ഞ 1-2 ദിവസമായിട്ട് രാത്രിയിലൊക്കെ അല്പമായ ബുദ്ധിമുട്ടുകളുണ്ട്. അമ്മയുടെ അരിക്കൽ എപ്പോഴും ഒരാൾ വേണം. അതുകൊണ്ട് എൻ്റെ വൈഫ് അമ്മയുടെ അരിക്കലായിരിക്കുന്നു. എനിക്ക് 3 കുഞ്ഞുങ്ങൾ. എനിക്ക് 3 കുഞ്ഞുങ്ങൾ കൂടി 9 കൊച്ചുമക്കൾ. അവരെല്ലാവരും കർത്താവിന്റെ കൃപയിൽ നിലനിൽക്കുന്നു. ശുശ്രൂഷയിൽ വിവിധ നിലകളിൽ മക്കളും കൊച്ചുമക്കളും ഒക്കെ ഭാഗവാക്കുകളായിക്കൊണ്ടിരിക്കുന്നു. ഞാനിവിടെ റാന്നി ഒഴുമ്പാറ ചർച്ച് ബോർഡിലെ മെമ്പറാണ്. ഷമേലൂടിച്ചാൻ ഞങ്ങൾ ഒരുമിച്ച് ആരാധിക്കുന്നവരാണ്. ഞങ്ങൾക്ക് ഒരുമിച്ച് ചിലയിടങ്ങളിലൊക്കെ കടന്നുപോയി ശുശ്രൂഷിക്കാൻ അവസരം ഒരുക്കിയിട്ടുണ്ട്. കർത്തദാസൻ ഒരു നല്ല സുവിശേഷകൻ എന്ന നിലയിൽ ബീഹാറിലൊക്കെ പ്രവർത്തിച്ച വിഷയങ്ങളൊക്കെ ഞങ്ങൾക്ക് ഓർക്കുകയും ഗ്രഹിക്കുവാനും കഴിഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങളുടെ മധ്യ സൂക്ഷിക്കുന്ന ദേവദാസന്റെ ജ്യേഷ്ഠ സഹോദരൻ എൻ്റെ ഒരു അടുത്ത സ്നേഹിതനാണ്. ഞങ്ങൾ ഒരുമിച്ച് മിക്കവാറും ആഴ്ചകളിൽ ഒരു പ്രാവശ്യങ്ങളിൽ കാണാറുണ്ട്. പ്രിയപ്പെട്ടവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ റാന്നിയിൽ ഷമേലൂടിച്ചാൻ താമസിക്കുന്ന ഭാഗത്ത് താമസിക്കുമ്പോൾ നിങ്ങളുടെ പാസ്റ്റർ ഭാര്യയൊക്കെ കുഞ്ഞുങ്ങളാണ്. അവരെനിക്ക് തോന്നുന്നു സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അവരൊക്കെ ഇന്ന് കർത്തൃ ശുശ്രൂഷയിൽ വളർന്ന് ദേശത്തിന്റെ വിവിധ ഇടങ്ങളായിരിക്കുന്നു എന്നതിൽ കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങൾ വിവിധ ഇടങ്ങളിൽ നിന്ന് തന്നെ കേൾക്കുന്നവരുണ്ട് എന്ന് ഞാൻ ഈ ലാപ്ടോപ്പിലൂടെ മനസ്സിലായി. പലയിടങ്ങളിൽ നിന്ന് കയറിയവരെ കാണാൻ കഴിയുന്നുണ്ട്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഒരുമിച്ച് 1-2 വസ്തുതകൾ ഇന്ന് രാത്രി ദൈവജനത്തിൽ നിന്ന് ചിന്തിപ്പാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മളൊക്കെ യേശു കർത്താവിനെ പിൻപറ്റാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായവരാണ്. ഒത്തിരി വർഷങ്ങളായവരുണ്ട്. പ്രത്യേകിച്ച് റാന്നിക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. സുവിശേഷത്തിന്റെ ആരംഭം കുറിച്ച പ്രദേശത്തിൽ ഒന്നാണ് റാന്നി. കുമ്പനാട് കൺവെൻഷന് 100 വർഷം എന്നൊക്കെ പറയുമ്പോൾ അതിനു മുമ്പേ റാന്നിയിൽ ഇവിടെ കൺവെൻഷൻ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് റാന്നിക്കാരെ സംബന്ധിച്ചിടത്തോളം ദൈവവചനം വളരെ ശക്തമായി കേട്ടിട്ടുള്ള ഒരു സ്ഥലമാണ് റാന്നി എന്ന് പറയുന്നത്. നമ്മളൊക്കെ ഇത്ര പഴക്കം ചെന്ന ആളുകളാണെങ്കിലും ഇപ്പോഴും പല കാര്യങ്ങളും നമ്മൾക്ക് അറിയേണ്ടതുപോലെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. പൗലോസ് ഒരിക്കൽ പറഞ്ഞൊരു പദമുണ്ട്, ഞാൻ പിടിച്ചു എന്ന് നിരൂപിക്കുന്നില്ല, പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ ആ കൃപയുടെ സുവിശേഷത്തിനായി ഓടുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ, ഞാൻ ഇറങ്ങിത്തിരിച്ച നാളിൽ പ്രാപിച്ച സുവിശേഷം, അതിന്റെ സത്യം എന്റെ അകത്ത് കടന്നു വന്ന് ഞാൻ യേശുവിനെ കണ്ടെത്തിയെങ്കിലും ഇതുവരെയും എനിക്ക് പ്രാപിക്കേണ്ടതുപോലെ പ്രാപിപ്പാൻ കഴിഞ്ഞിട്ടില്ല. അത് ദൈവമക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഇറങ്ങിത്തിരിച്ചത് സത്യമാണ്, മാനസാന്തരപ്പെട്ട സത്യമാണ്, സ്നാനപ്പെട്ട സത്യമാണ്, പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ചത് സത്യമാണ്, അന്യഭാഷയിൽ നാം ആരാധിക്കുന്നുണ്ട്. എന്നാൽ ഇതുവരെ നമുക്ക് പ്രാപിക്കേണ്ടത് അതുപോലെ പ്രാപിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? അറിയേണ്ടതുപോലെ നമുക്ക് അറിയുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ടാണ് അങ്ങനെ കഴിയാത്തത് കൊണ്ടാണ് പലതും ഇപ്പോഴും ലോകത്തിലേത് നമ്മൾ വിട്ടുകളയാതെ, അഥവാ ലോകം നമ്മെ വിട്ടുകളയാതെ ചിലതൊക്കെ നാം പിടിച്ചിരിക്കുന്നതിന് കാരണം അറിയേണ്ടതുപോലെ പലതും ഗ്രഹിക്കുവാൻ ഇതുവരെയും നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഇത് രാത്രി 1-2 വാക്യങ്ങൾ വായിച്ചിട്ട് തിരുവചനത്തിൽ നിന്ന് ചിന്തിക്കാം. ഒന്നാം പ്രാരംഭമായ അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം 5-ാം വാക്യം നമുക്ക് വളരെ പരിചയമുള്ള ഒരു ഭാഗമാണ്. ശൗല് ദമസ്കോസിലേക്ക് യാത്ര ചെയ്യുന്നു. ദമസ്കോസിലുള്ള വിശ്വാസികളെ പിടിച്ച് ഉപദ്രവിച്ച് ഈ മാർഗക്കാരായവരെ വലിച്ചഴച്ച്
ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ കൊണ്ടുപോകേണ്ടതിനും അവരെ ശിക്ഷിക്കേണ്ടതിനും അധികാരപത്രവുമായിട്ട് ശൗല് ദമസ്കോസിലേക്ക് യാത്ര ചെയ്യുകയാണ്. തനിക്ക് ചുറ്റും ആൾബലമുണ്ട്, തനിക്ക് ചുറ്റും അധികാരമുണ്ട്. തന്നെ യാത്ര ചെയ്യുന്നത് ഒരു വാഹന മൃഗത്തിന്റെ പുറത്താണ്. ഇങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ അധികാരത്തോടെ, അധികാരപത്രമായി, ആൾബലത്തോടെ, അധികാരമുള്ളവനായി ഇവൻ അവന്റെ ഹുങ്കോടെ അവൻ യാത്ര ചെയ്ത് പോകുമ്പോൾ ദമസ്കോസിലാകട്ടെ ഒരു ഭാഗം ചെറിയ വിശ്വാസികളുണ്ട്. അവരുടെ വിഷയം അധികാരത്തോടെ ഒരുവൻ വരുന്നു എന്നതിനേക്കാൾ, ആൾബലമുള്ള ഒരുവൻ വരുന്നു എന്നതിനേക്കാൾ ഈ അധികാരമുള്ളവനെയും ആൾബലമുള്ളവനെയും നിയന്ത്രിക്കുന്ന സൃഷ്ടാവായ ഒരു ദൈവത്തിന്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ച കാഴ്ചപ്പാടുള്ള ദൈവപൈതൽ വരുന്നവനെയല്ല ഭയപ്പെടുന്നത്, പിന്നെ തന്നോടുകൂടെ ഇരിക്കുന്ന ദൈവകൃപയിൽ അവര് ശരണപ്പെടുകയാണ്. അവരതുകൊണ്ട് എന്താ ചെയ്യുന്നത്? അവര് ദമസ്കോസിലുള്ള ദൈവമക്കൾ ഇവന് വേണ്ടി പ്രാർത്ഥിക്കുക. ദമസ്കോസിലുള്ളവർ മാത്രമാണോ? അല്ല, യെരൂശലേമിലുള്ള ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അതിന് മുമ്പത്തെ അധ്യായം വായിച്ചാൽ നമുക്ക് കാണാം, സ്തെഫാനോസിനെ കല്ലെറിയുമ്പോൾ അവരുടെ വസ്ത്രം സൂക്ഷിച്ച് മൗനാന അനുവാദം കൊടുത്ത് അവർക്ക് വേണ്ടി നിന്ന ഒരുവനായിട്ടാണ് ശൗലിനെ കാണാൻ കഴിയുന്നത്. എന്നാൽ ദൈവമക്കളുടെ പ്രാർത്ഥന, ദൈവജനത്തിന്റെ പ്രാർത്ഥന, തനിക്കെതിരെ കടന്നു വരുന്ന സകല വിഷയത്തിന്റെ മേലും ജയം നൽകുന്ന മറുപടിയാ ദൈവമക്കളുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്. അല്പനാളിലേക്ക് നാം ദുഃഖിച്ചിരിക്കേണ്ടി വരാം, നമുക്ക് പ്രയാസമുണ്ടാകാം, ചിലപ്പോൾ നാം ഭാരങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരാം. അത് ക്ഷണികമാണ്, കുറച്ചു നാളത്തേക്കുള്ളൂ. അതിനപ്പുറത്ത് ദൈവപ്രവൃത്തി ദൈവമക്കളുടെ കണ്ണുനീരിന് മുമ്പാകെ വെളിപ്പെടുന്നത് ഒരു വലിയ വിടുതലായിരിക്കും. അത് തനിക്ക് മാത്രമല്ല, ദേശത്തിന് വിടുതലായിട്ടായിരിക്കും ദൈവത്തിന്റെ മറുപടി കടന്നു വരുന്നത്. ദൈവമക്കൾ ശ്രദ്ധിക്കേണ്ടതാ, നമ്മുടെ പ്രാർത്ഥന വൃഥാവല്ല. നമ്മുടെ പ്രാർത്ഥനയ്ക്കൊരു മറുപടിയുണ്ട്. പക്ഷേ നാം പലപ്പോഴും ചോദിക്കും, കർത്താവേ, പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടോ? ഞങ്ങൾ അനുഭവിക്കുന്നവരാ. പക്ഷെ എന്തുകൊണ്ടാ പലപ്പോഴും ഞങ്ങൾ കഷ്ടതയിലൂടെ കടന്നു പോകുന്നത്? എന്തുകൊണ്ടാ ഞങ്ങൾക്ക് അത് മറുപടിയില്ലാത്ത പല വിഷയങ്ങളും പിന്നെയും പിന്നെയും ശേഷിക്കുന്നത്? ഈ വാക്കുകൾ ചിന്തിക്കുമ്പോൾ എന്റെ ചിന്ത കടന്നു പോകുന്നത് യോബിന്റെ ജീവിതത്തിലേക്കാണ്. യോബിന് കഷ്ടം നേരിട്ടപ്പോൾ യോബിന്റെ പുസ്തകം ചരിത്രം പഠിക്കാമെന്നൊരു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടാ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരുവൻ കഷ്ടതയ്ക്കായി ഏൽപ്പിക്കപ്പെടുന്നത്? എന്തുകൊണ്ടാ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരുവൻ എല്ലാവരാലും അത് കൈവിടപ്പെടുവാൻ ഏൽപ്പിക്കപ്പെട്ടതാ? നമ്മൾ പലപ്പോഴും ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്, കർത്താവേ, എന്തുകൊണ്ടാ എനിക്ക് ഇങ്ങനെ സംഭവിച്ചു? നമുക്ക് എല്ലാവർക്കും പരിചിതനായ ഒരു സ്നേഹിതനുണ്ട്. എൻ്റെ ഒരു സ്നേഹിതനും അടുത്ത സുഹൃത്തുമായിരുന്നു. ഇന്ന് അദ്ദേഹം നിത്യതയിൽ വിശ്രമിക്കുന്നു. അദ്ദേഹത്തിന്റെ പേര് പി ജോബ് അവറുകൾ എന്നാണ്. ഡൽഹിയിൽ താമസിച്ച് കർത്തൃവേല ചെയ്ത ആ ദേവദാസൻ തന്റെ മകൻ അതേ അപകടത്തിൽ മരിച്ചു. തന്റെ മൂത്ത മകൻ മരിച്ചു. തന്റെ ഭാര്യ സമനില വിട്ട് അതേ ഒരു മാനസിക വിഭ്രാന്തിയിലേക്ക് മാറി. ഈ സാഹചര്യങ്ങൾ കൊണ്ട് ഇതെല്ലാം സംഭവിച്ചപ്പോൾ താൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, കർത്താവേ, ഇതെന്തുകൊണ്ട്? എന്നെ കേൾക്കുന്ന, ഇന്ന് രാത്രി ശ്രദ്ധിക്കുന്ന നമ്മിൽ ചിലരെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാ കർത്താവേ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത്? മറുപടി യോബിന്റെ പുസ്തകം നമ്മോട് വ്യക്തമായി സംസാരിക്കുന്നു. ഒന്ന്, നമ്മുടെ വ്യക്തിപരമായ കാര്യത്തിൽ ദൈവത്തിനുള്ള ആ ശ്രദ്ധ, ദൈവത്തിന്റെ കരവിരുത് എന്തെന്ന് നമ്മെ വെളിപ്പെടുത്തുവാൻ, നമ്മെ മനസ്സിലാക്കുവാൻ ദൈവം നമ്മെ നടത്തുന്ന ചില വഴികളെന്ന് മാത്രം ദൈവമക്കൾ അത് ഗ്രഹിക്കണം. മാത്രമല്ല, രണ്ടാമത്തെ മറുപടി, ദൈവം നമ്മെ നടത്തുന്ന ആ കഷ്ടതയുടെ വഴികൾ നമ്മെ പഠിപ്പിക്കുന്ന ഒരു വസ്തുതയുണ്ട്. 42-ാം അധ്യായം വന്നപ്പോൾ യോബ് അത് വിളിച്ചു പറഞ്ഞു, ദൈവത്തിന് സകലതും സാധ്യമെന്നും അവന്റെ വഴികൾ, അവന്റെ ഉദ്ദേശങ്ങളൊന്നും അസാധ്യമല്ലെന്നും ഞാൻ ഇപ്പോൾ അറിയുന്നു. നമ്മെ കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടെങ്കിൽ ആ ഉദ്ദേശത്തിലേക്ക് ദൈവം നമ്മെ നടത്തുന്ന വഴികൾ പലപ്പോഴും നമുക്കത് ബുദ്ധിമുട്ടായി തോന്നാം. എന്നാൽ ദൈവം അതിലെ പിന്നത്തേതിൽ നമ്മുടെ ജീവിതത്തിൽ അത് നന്മയ്ക്ക,
നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കഴിഞ്ഞ കാലങ്ങളെക്കാൾ, നഷ്ടപ്പെട്ടു പോയ ദിനങ്ങളെക്കാൾ നമ്മുടെ ജീവിതത്തിന് ഈ അനുഗ്രഹം ഇരട്ടിയായി മടങ്ങി വരുന്നത് ദൈവപ്രവൃത്തിയും ദൈവകരവും നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോഴാണ്. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, പ്രാരംഭത്തിലെ അതേ കഷ്ടത നമ്മെ നശിപ്പിക്കുന്നതല്ല, നമ്മെ അവസാനിപ്പിക്കുന്നതല്ല. കഷ്ടത നമ്മുടെ ജീവിതത്തിന്റെ അവസാനമല്ല, പിന്നെ അത് നമ്മുടെ ജീവിതത്തിന്റെ ആരംഭമാണ്. അതുകൊണ്ട് അത് നാം പാടുന്നത്, കഷ്ടതയിലൂടെ കടന്നുപോയ ദൈവഭക്തന്മാർ പാടുന്ന പാട്ടുണ്ട്. അത് ലോകം എനിക്കെതിരായാൽ, രാജാക്കന്മാർ എനിക്കെതിരായാൽ, അന്ധകാരം ഭൂമിയിൽ വ്യാപരിക്കുമ്പോൾ, ഇതെല്ലാം സംഭവിക്കുമ്പോൾ ദൈവം ഇതിൽ ചെയ്യുന്നൊരു വസ്തുതയുണ്ട്. ഞാൻ എൻ്റെ ദൈവത്തിന്റെ മുൻപാകെ പാട്ട് പാടും. എന്തുകൊണ്ടാ? എൻ്റെ പാട്ടിനെ മുടക്കുവാൻ കഷ്ടതയ്ക്ക് സാധ്യമല്ല. എന്റെ പ്രാർത്ഥനയെ മുടക്കുവാൻ, എന്റെ സന്തോഷത്തെ കെടുത്തുവാൻ രോഗത്തിന് സാധ്യമല്ല, ഞെരുക്കത്തിന് സാധ്യമല്ല. എന്നോടുകൂടെ ഇരുന്ന് അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു വീരനാം ദൈവം എനിക്കുണ്ട്. അവൻ എന്റെ ദൈവമായി കൂടെ ഇരിക്കുന്ന കാലത്തോളം, അവന്റെ ശക്തിയുള്ള ഭുജം എന്നെ നടത്തുന്ന കാലത്തോളം ഞാൻ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനാ. ഞാൻ മുൻപോട്ട് പോകട്ടെ. ഈ കർത്താവിനെ കുറിച്ച് നാം അറിയേണ്ടതുപോലെ അറിയണം. അപ്പൊ ദമസ്കോസിന്റെ പടിവാതിൽക്ക് വെച്ച ശൗലിന് ദൈവത്തിന്റെ ഒരു പ്രത്യേക വെളിപ്പാടുണ്ടാകിയ, ആ വെളിപ്പാടിൽ ശൗൽ നിലത്ത് കിടന്നുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നീ ആരാകുന്നു കർത്താവേ? നീ ആരാണ് കർത്താവേ? നീ ആരാണ്? ഇതുവരെ ഞാൻ നിന്നെ അറിഞ്ഞില്ല, ഇതുവരെ എനിക്ക് നിന്നെ ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ നിന്റെ ജനത്തിനെതിരാ, ഞാൻ നിന്റെ ജനത്തെ പീഡിപ്പിക്കുന്നവനാ. എന്നെ നശിപ്പിക്കാതെ, എന്നെ തകർത്ത് കളയാതെ, എന്നെ ഇപ്പോൾ ഇങ്ങനെ സന്ദർശിച്ച നീ ആരാണ്? അതെനിക്കൊന്നറിയണം. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ഈ കർത്താവിനെ ആരാണ് എന്ന് ഗ്രഹിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ വചനത്തിലൂടെ നമുക്ക് ഇന്ന് രാത്രി കഴിയണം അവൻ ആരാണെന്ന് ഗ്രഹിക്കാൻ. ഇതേ ചോദ്യം മറ്റൊരാൾ ചോദിച്ചൊരിക്കൽ. പുറപ്പാട് പുസ്തകത്തിൽ നിന്ന് വായിക്കുന്നു, 5-ാം അധ്യായത്തിൽ മോശ ഫറവോന്റെ അരികെ ചെല്ലുമ്പോൾ മോശയോട് ഫറവോൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നീ പറയുന്നതൊക്കെ ഞാൻ ചെയ്തു തരാൻ നീ പറയുന്ന ഈ ദൈവം ആരാണ്? ആ ചോദ്യത്തിന്റെ മറുപടി ദൈവം പറഞ്ഞു വിട്ടു. ചോദ്യം ചോദിച്ചാൽ മറുപടി പറയണം. എനിക്കൊരു പേരില്ല, എന്നെ ഒരു പേരുകൊണ്ട് വിളിക്കുവാൻ ആർക്കും സാധ്യമല്ല. എന്നാൽ എന്നെ വിളിക്കുവാൻ കഴിയുന്ന ഒരു വസ്തുതയുണ്ട്. നീ ഫറവോനോട് പറയണം, ഞാനാകുന്നു എന്നുള്ളവൻ ഞാനാണ്. എന്ന് പറഞ്ഞാൽ ഞാനെന്ന് പറയുവാൻ അധികാരമുള്ളത് ഒരുവൻ മാത്രമാ, അതെനിക്ക് മാത്രമാ, വേറെ ആർക്കും പറയുവാൻ കഴിയത്തില്ല. പലപ്പോഴും നമ്മുടെ മുമ്പിൽ നാം നിന്നുകൊണ്ട് ഞാനെന്ന് പറയുമ്പോൾ ഓർത്തോണം, ദൈവത്തിലെ നിനക്ക് ഞാനെന്ന് പറയുവാൻ അവകാശമില്ല. ഞാനെന്ന് പറയുവാൻ അവകാശമുള്ളവൻ ഒരുവൻ മാത്രമാ. സകലത്തിന്റെ സൃഷ്ടാവ്, സകലത്തിന്റെ നിർമ്മാതാവ്, സകലത്തെയും ഒരു വാക്കിനാൽ ഉളവാക്കിയവന് മാത്രമേ പറയാൻ കഴിയൂ, ഞാൻ എന്ന പദം എടുക്കുവാൻ കഴിയൂ. മോശ മുഖാന്തരം ഫറവോന് കൊടുത്ത മറുപടി അതാ, ഞാനാകുന്നു എന്നുള്ളവൻ ഞാനാണ്. ഈ ശൗല് ചോദിച്ച ചോദ്യം ഇത് തന്നെയാ, നീ ആരാകുന്ന കർത്താവേ? ഈ കർത്താവ് പറഞ്ഞു, നീ ഉപദ്രവിക്കുന്ന ഈ കർത്താവാണ് ഞാൻ. നീ വിളിച്ച അതേ പേര്. നീ ആരെ ഉപദ്രവിക്കുന്നുവോ ആ ആള് ഞാനാണ്. എന്റെ ജനത്തെ ഉപദ്രവിച്ചാൽ അത് എന്നെ ഉപദ്രവിക്കുന്നതിന് തുല്യമാണ്. നീ എന്റെ ജനത്തിനെതിരെ ശബ്ദിച്ചാൽ അത് എനിക്കെതിരാ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാന് നീ ഉപദ്രവിക്കുന്ന യേശുവാണ് ഞാന് എന്ന് പറയുന്നത്. ഈ യേശുവിന്റെ പ്രത്യേകത എന്താ? ആരാധിക്കുവാൻ സകല ജനവും യേശുവിന്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുവാൻ എന്താ ഇത്ര പ്രത്യേകതയുള്ളത്? യേശുവിനെ കുറിച്ച് ലോകത്തിന് വിവിധ അഭിപ്രായങ്ങളാണ് ഉണ്ടായിരുന്നത്. ലോകം പറഞ്ഞു അവൻ മറിയയുടെ മകനാണെന്ന്. എന്ന് പറഞ്ഞാൽ അവൻ അപ്പൻ എന്ന് പറയുവാൻ ഒരാളെ ചൂണ്ടിക്കാട്ടുവാനില്ല. അവന്റെ അപ്പൻ ആര് എന്ന് ചോദിച്ചാൽ അതിന് മറുപടിയില്ല. നമ്മുടെ കുഞ്ഞുങ്ങളോടൊക്കെ ഞാൻ ഇടയ്ക്ക് സൺഡേ സ്കൂൾ പഠിക്കുന്ന പിള്ളേരോട് ചോദിക്കും, യേശുവിന്റെ അപ്പന്റെ പേരെന്നാ? അവര് പറയും യോസഫ്. ഞാൻ പറയും അല്ല, യേശുവിന്റെ അപ്പനല്ലേ യോസഫ്, യേശുവിന്റെ വളർത്തപ്പനാ ജോസഫ്, അവന്റെ സ്റ്റെപ്പ് ഫാദർ ആണ് ജോസഫ്. യേശുവിന്റെ അപ്പൻ പിന്നെ ആരാണ്? പുസ്തകം പറയുന്നു അവൻ പരിശുദ്ധാത്മാവിലാണ് ജനിച്ചത്. അതുകൊണ്ടാണ് നാം തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്.
മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വായിക്കുമ്പോൾ ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ഒന്ന്, അവൻ ദൈവപുത്രനാ. 2, മത്തായി സുവിശേഷം 1-1 വായിക്കുമ്പോൾ യേശുവിനെ യേശുവെന്നും ക്രിസ്തുവെന്നും പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവൻ യേശുവാണ്, അപ്പോൾ തന്നെ അവൻ ക്രിസ്തുവാ. ക്രിസ്തു എന്ന് പറഞ്ഞാൽ മസിയ അഥവാ അഭിഷേക്തൻ. അപ്പോ യേശു ആരാണ്? 1, അവൻ ദൈവത്തിന്റെ പുത്രനാണ്. 2, യേശു ആരാണ്? അവൻ സകല ജനത്തെയും രക്ഷിക്കുവാൻ വന്നതുകൊണ്ട് അവനെ രക്ഷകൻ എന്നർത്ഥമുള്ള, സേവിയർ എന്നർത്ഥമുള്ള യേശു എന്ന പേരിടണം. അപ്പോൾ അവൻ രക്ഷകനാണ്. 3, അവൻ ക്രിസ്തുവാണ് എന്ന് പറഞ്ഞാൽ അവൻ അഭിഷേക്തനാണ്. അപ്പൊ യേശു ദൈവത്തിന്റെ പുത്രൻ, യേശു രക്ഷകൻ, യേശു അഭിഷേക്തനാ. ഇനി നാം വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ വായിക്കുവാൻ കഴിയും. അതെ, ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 10 മുതൽ 11 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ അതെ, സകല ജനത്തെയും അവന്റെ പാപങ്ങൾ രക്ഷിപ്പാനിരിക്കൊണ്ട് അവന് കർത്താവെന്ന് പേരിടണം. അപ്പോ അവൻ സകല ജനത്തിന്റെയും രക്ഷകനായി കടന്നു വന്നവനാ. മത്തായി സുവിശേഷത്തിൽ വീണ്ടും നാം വായിക്കുന്നു, 1-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അവനെ യേശു എന്ന പേര് വിളിക്കണം. അതിന്റെ കാരണം യേശു എന്ന വാക്കിന്റെ അർത്ഥം ഇമ്മാനുവേൽ എന്ന് പറഞ്ഞാൽ യേശു രക്ഷകനാണ്, യേശു ദൈവത്തിന്റെ പുത്രനാണ്, യേശു അഭിഷേക്തനാണ്, യേശു വീണ്ടെടുപ്പുകാരനാണ്. അപ്പോൾ തന്നെ യേശു നമ്മോട് കൂടെ ഇരിക്കുന്നവനാണ്. അപ്പൊ ഇന്ന് രാത്രി നമ്മുടെ കർത്താവിനെ നാം ഇങ്ങനെ മനസ്സിലാക്കണം. അവൻ രക്ഷകനായിരിക്കുമ്പോൾ, അവൻ ദൈവമായിരിക്കുമ്പോൾ, അവൻ അഭിഷേക്തനായിരിക്കുമ്പോൾ, അവൻ പാപത്തിൽ നിന്ന് സകലരെ രക്ഷിക്കുന്നവനായിരിക്കുമ്പോൾ അവൻ എൻ്റെ ഇമ്മാനുവേല, അവൻ എന്നോട് കൂടെ ഇരിക്കുന്നവനാ. യേശു ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുൻപ് യെശയ്യാപ്രവചനത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തി. ഞാൻ ആ ഭാഗം പറയുമ്പോൾ ഇങ്ങനെ ഓർപ്പിക്കും, ലോകത്തിൽ ജനിച്ച സകല അവതാര പുരുഷന്മാരും ജനിച്ചതിന് ശേഷമാ അവരുടെ പേരിട്ടത്, അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് കുറിച്ചത്, അവരെവിടാ ജനിച്ചെന്ന് ലോകം മനസ്സിലാക്കിയത്. എന്റെ പേര് ഞാൻ ജനിച്ചതിന് ശേഷമായിട്ടതാ. എനിക്ക് ഒരു ജനന തീയതി ഉണ്ടായത് എന്റെ ജന്മശേഷമാണ്. ഞാൻ ജനിച്ച സ്ഥലം എന്താണെന്ന് പറയുന്നത് എന്റെ ജന്മശേഷമാണ്. എന്നാൽ എന്റെ യേശുവിന്റെ പ്രത്യേകത, അവൻ ജനിക്കുന്നതിനും വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, നീയോ ബേത്ലഹേം എഫ്രാത്തേ, യഹൂദ പ്രഭുക്കന്മാരിൽ നീ ചെറുതവനായിരുന്നാലും ഇസ്രായേലിനെ മേയ്പ്പാനുള്ളവൻ നിന്നിൽ നിന്ന് അത് ഉത്ഭവിച്ചു വരും എന്ന് പറഞ്ഞാൽ ജനിക്കുന്നതിന് മുൻപേ അവൻ എവിടെ ജനിക്കുമെന്ന് വേദപുസ്തകം വിളിച്ചു പറഞ്ഞു. മാത്രമോ യേശു ജനിക്കുന്നതിന് മുൻപ് യേശു ആരായിരിക്കുമെന്ന് യെശയ്യാപ്രവാചകൻ വിളിച്ചു പറഞ്ഞു. 7-ാം അധ്യായത്തിലും 9-ാം അധ്യായത്തിലും ഇങ്ങനെ വായിക്കുന്നു, അവന്റെ പേര് ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. 1-ാം അധ്യായത്തിൽ അവൻ അത്ഭുത മന്ത്രി, അവൻ വീരനാം ദൈവം, അവൻ നിത്യപിതാവ്, അവൻ സമാധാന പ്രഭു എന്ന് വിളിക്കപ്പെടും. അപ്പോ എന്റെ യേശു ആരാണെന്നറിയാമോ? ജനിക്കുന്നതിന് മുൻപേ പ്രവാചകന്മാർ വിളിച്ചു പറഞ്ഞൊരു യാഥാർത്ഥ്യമുണ്ട്. ഇങ്ങനെ ഒരുവൻ ജനിക്കാൻ പോകുക. അവൻ ആരാണ്? അവൻ ദൈവം നമ്മോടുകൂടെ മനുഷ്യനോടുകൂടെ ഇരിക്കുവാൻ, മനുഷ്യനോടുകൂടെ അതെ ഇറങ്ങി വന്ന, മനുഷ്യനോടുകൂടെ കൂട്ടായ്മ ആചരിക്കുവാൻ ഇറങ്ങി വന്ന ഇമ്മാനുവേലായിരിക്കുന്നവനായ യേശു. അവന്റെ പേര്, അവൻ അത്ഭുത മന്ത്രിയാ. ലോകത്തിൽ അവതരിച്ച സകല രാജാക്കന്മാരെക്കാളും, സകല മന്ത്രിമാരെക്കാളും, നേതാക്കന്മാരെക്കാളും ആരാധിപ്പാൻ അവൻ യോഗ്യനായിരിക്കുന്നതിന്റെ കാരണം അവൻ അത്ഭുത മന്ത്രി. 2, അവൻ വീരനാം ദൈവമാണ്. 3, അവൻ നിത്യപിതാവാണ്. 4, അവൻ സമാധാന പ്രഭുവാണ്. അപ്പോൾ എന്റെ യേശു ആരാ? എന്റെ യേശു ലോകം കണ്ടിട്ടുള്ള വീരന്മാരിൽ, പരാക്രമികളിൽ, നേതാക്കന്മാരിൽ, രാജാക്കന്മാരിൽ അവൻ ഉന്നതനായിരിക്കുന്നവനാ. ഒന്നുകൂടെ പറഞ്ഞാൽ അവൻ ഉന്നതന്മാർക്ക് മീതെ ഉന്നതനാ. അവൻ നേതാക്കന്മാർക്ക് മീതെ നേതാവാ. അവൻ രാജാക്കന്മാർക്ക് മീതെ രാജാവാ. അവൻ വരയ്ക്കുന്ന നീർച്ചാലുകളിൽ കൂടിയാ രാജാക്കന്മാരുടെ ചിന്തകൾ, ഹൃദയം
സഞ്ചരിക്കുന്നത്. രാജാക്കന്മാരെ നിയന്ത്രിക്കുന്നവൻ, വാഴിക്കുന്നവൻ, രാജാക്കന്മാരെ എഴുന്നേൽപ്പിക്കുന്നവൻ, സകലത്തിനും അധികാരമുള്ളവനാ. ഞാൻ നീയും ആരാധിക്കുന്ന യേശു. ആ യേശുവിനെ ആ വലിപ്പത്തിൽ തന്നെ നാം കാണണം. യേശുവിനെ നാം കാണേണ്ടത് ബേത്ലഹേമിൽ കിടക്കുന്ന ഉണ്ണി യേശു ആയിട്ടല്ല. യേശുവിനെ നാം കാണേണ്ടത് തലയിൽ മുൾക്കിരീടം വെച്ച് അതേ കാൽവരിയിൽ കുലമനത്തിൽ കിടക്കുന്ന യേശു ആയിട്ടല്ല. അതെല്ലാം അവന്റെ കഴിഞ്ഞ ചരിത്രങ്ങളാ. എന്നാൽ ഇപ്പോൾ യേശു ആരാണെന്ന് നീ കാണണമെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക് പോകണം. അവിടെ യേശുവിനെ കുറിച്ച് പറയുന്നത് എന്നാണെന്നറിയാമോ? അവൻ രാജാവായിരിക്കുമ്പോൾ അവന്റെ തലയിൽ ഇപ്പോൾ ഇരിക്കുന്നത് മുൾക്കിരീടമല്ല, അവൻ തേജസ്സിനെ കിരീടമായി ധരിച്ച് പൊൻകിരീടധാരിയായിരിക്കുന്നവനാ. അവൻ കടന്നുപോയത് ഒരു മനുഷ്യ സാദൃശ്യത്തിലായിരിക്കുന്നെങ്കിൽ ഇപ്പോഴവനായിരിക്കുന്നത് തേജോമനായ ദൈവം, വെള്ളോട്ടിന് സദൃശനായ കാലുള്ളവൻ, മാനത്ത് പൊൻകച്ച കെട്ടിയവൻ, അവൻ തേജസ്സിൽ നിറയപ്പെട്ടവൻ. ഇതാ ഇപ്പോൾ എന്റെ യേശു. അപ്പോ ആ യേശുവിന്റെ ആ വെളിപ്പാട് നാം ഒന്ന് ഏറ്റെടുത്തിട്ട് വേണം ദൈവത്തെ ആരാധിക്കുവാൻ. നമ്മള് ആകാശത്തിൽ മുട്ടി യുദ്ധം ചെയ്യുന്നവരെ പോലെ വെറുതെ അങ്ങ് യുദ്ധം ചെയ്യുകയല്ല. യോഹന്നാൻ സുവിശേഷം എഴുതിയപ്പോൾ യേശുവിനെ കുറിച്ച് അവർ ഇങ്ങനെ എഴുതാൻ തുടങ്ങി. 1-ാം അധ്യായം, യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 1 മുതലുള്ള വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ആദിയിലുണ്ടായിരുന്ന വചനം, ദൈവത്തോടു കൂടിയായിരുന്ന വചനം, ദൈവമായിരുന്ന വചനം. ആ വചനത്തെ കുറിച്ച് പറയുക. ആ വചനം 1:14 കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അവങ്കൽ നിന്ന് നമുക്ക് കൃപയ്ക്കുമേൽ കൃപ നാം പ്രാപിക്കുന്നു. ദൈവമക്കൾ ശ്രദ്ധിക്കണം. നാം എന്തെങ്കിലും കൃപ പ്രാപിച്ചത് നാം ഉപബോധിച്ചത് കൊണ്ടോ, നാം മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തത് കൊണ്ടോ അല്ല. പിന്നെ എനിക്ക് എന്റെ മേൽ കൃപയുടെ മേൽ കൃപ പകരുവാൻ വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്ത ഒരുവനുണ്ട്. അവനിൽ നിന്ന് എനിക്ക് കൃപ പ്രാപിപ്പാൻ കഴിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് കൃപ പ്രാപിക്കുവാൻ നമുക്കൊരിടമുണ്ട്. നമ്മളായിരിക്കുന്ന നമ്മുടെ ഭവനത്തിൽ, നമ്മളായിരിക്കുന്ന നമ്മുടെ പ്രാർത്ഥന മുറിയിൽ, നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്ന് നിൽക്കുന്ന ഒരു ഇമ്മാനുവേൽ, ജഡമായി തീർന്ന വചനം, അവൻ നമ്മുടെ അടുക്കലുണ്ട്. എന്തിനാണെന്നറിയാമോ? അവൻ നമുക്ക് പുതിയ കൃപ തരേണ്ടതിന്. ഇന്നലെ പ്രാപിച്ച കൃപയല്ല, ഇന്നൊരു പുതിയ കൃപ നമുക്ക് നൽകി തരുവാൻ അവൻ നമ്മുടെ അടുക്കലേക്ക് ഇറങ്ങി വന്ന കർത്താവാ. ആ കർത്താവിനെ കുറിച്ച് യോഹന്നാൻ ലേഖനം എഴുതിയപ്പോൾ വീണ്ടും ഇങ്ങനെ പറഞ്ഞു: ആദിയിൽ ഉണ്ടായിരുന്നവൻ, ആരംഭത്തിലെ ഉണ്ടായിരുന്നതും, ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടതാ, ഞങ്ങളുടെ ചെവി കൊണ്ട് കേട്ടതാ, ഞങ്ങളുടെ കൈ കൊണ്ട് തൊട്ടതുമായ ആ ജീവന്റെ വചനം സംബന്ധിച്ച്. അപ്പോൾ യേശു പണ്ടുണ്ടായിരുന്നതാ എന്ന് പറഞ്ഞാൽ സകലത്തെ സൃഷ്ടിച്ചപ്പോൾ എന്റെ കരം നിന്നോടുകൂടെ ഇരുന്നു. ആകാശത്തിന് നീ അതിനടിസ്ഥാനമിട്ടപ്പോൾ, ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ, അതേ ഭൂമിയെ, കരയെയും കടലിനെയും രണ്ടായി ഭാഗിച്ചപ്പോൾ, രാത്രിയും പകലും ഉണ്ടായപ്പോൾ, ഒന്നുമില്ലായ്മെന്ന് എല്ലാത്തിനെയും വിളിച്ചു വരുത്തിയപ്പോൾ, മനുഷ്യനെ നിർമ്മിച്ചപ്പോൾ എന്റെ കരം അവിടെ ഉണ്ടായിരുന്നു, ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ മുമ്പേ ഉള്ളവൻ, വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാന്റെ ഭാഷയിൽ ഇരുന്നവനും ഇരിക്കുന്നവനും അതെ ഈ വരുന്നവനുമായവൻ, അവൻ പണ്ടേ ഉണ്ടായിരുന്നവൻ, ഇപ്പോഴുള്ളവൻ, ഇനിയും വരാനിരിക്കുന്നവൻ. അപ്പോ ആ യേശുവിനെ കുറിച്ചുള്ള അറിവ് അകത്തോട്ട് കയറി ചെന്നപ്പോൾ പൗലോസ് പറയുക, ശൗൽ പൗലോസായി കഴിഞ്ഞപ്പോൾ ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 7 മുതലുള്ള വാക്യത്തിൽ എനിക്ക് എന്റെ യേശുക്രിസ്തുവിനെ നേടണം, യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ എല്ലാം ഉപേക്ഷിക്കുന്നു, എനിക്ക് എന്റെ ക്രിസ്തുവിനെ ഓടുകൂടെ ഇരിക്കണം. യേശുവിനെ കുറിച്ച് അവൻ ഗ്രഹിക്കേണ്ടതുപോലെ ഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ
ലോകം അവന് വിഷയമല്ല. അവന്റെ പദവി അവൻ എടുത്തു കളഞ്ഞു. സകലതും മാറ്റിവെച്ചിട്ട് പറഞ്ഞു, എനിക്ക് എന്റെ ക്രിസ്തുവിനെ നേടണം, എനിക്ക് അവനോടുകൂടെ ഇരിക്കണം, എനിക്ക് അവന്റെ കർത്താനുഭവങ്ങളുടെ കൂട്ടായ്മ ഒന്ന് തിരിച്ചറിയണം. എന്തുകൊണ്ടാ? ഞാൻ അവനെ കണ്ടു. എങ്ങനെ കണ്ടു? അവന്റെ തേജസ് അവനായിരിക്കുന്നത് പോലെ ഞാൻ കണ്ടു. അതുകൊണ്ട് തിമോഥെയോസിന് ലേഖനം എഴുതിയപ്പോൾ 6-ാം അധ്യായത്തിൽ പൗലോസ് ഇങ്ങനെ ഓർപ്പിച്ചു, അതെ, ധന്യനായ ഏകാധിപതി, താൻ മാത്രം അമർത്യതയുള്ളവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ. അയ്യോ വൈതലേ, എന്റെ യേശുവിനെ കുറിച്ചുള്ള ദർശനം അകത്തോട്ട് കയറുകയാ. താൻമാത്യം അമർത്യതയുള്ളവൻ, ധന്യനായ ഏകാധിപതി, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, നിത്യപിതാവായിരിക്കുന്നവൻ, അവനെ കണ്ടതുകൊണ്ടാ എനിക്കിനിയും അവനെ കൂടുതൽ അറിയണം. അയ്യോ ഇതില് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ആകെ തുക എന്ന് പറയുന്നത് യേശുവിനോടുകൂടെ ഇരിക്കുക, അവനെ അടുത്തറിയുക, അവനെ കർത്താനുഭവങ്ങളുടെ കൂട്ടായ്മയെ അറിയേണ്ടതുപോലെ തിരിച്ചറിയുക. ഇത്രയും ചെയ്തു കഴിയുമ്പോൾ പൗലോസ് പറഞ്ഞൊരു പദമുണ്ട്, ഞാൻ അവനെ കണ്ടെത്തിയപ്പോൾ എന്താ ചെയ്തെന്നറിയാമോ? എനിക്ക് ലാഭമായിരുന്നതൊക്കെ ഞാൻ ഛേദമെന്നെണ്ണി. എന്തൊക്കെയാ ലാഭമായിരുന്നത്? ഇതുവരെ തനിക്ക് ചില കാര്യങ്ങൾ പുകഴുവാനും പറയുവാനും ഉണ്ടായിരുന്നു. ഞാൻ ആരാണെന്നറിയാമോ? ഞാൻ 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റവൻ, ഞാൻ ആ ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ, ഞാൻ പരീശന്മാരിൽ പരീശൻ, ഞാൻ റോമ പൗരനായി ജനിച്ചവൻ, ഞാൻ സകലതും അറിഞ്ഞവൻ, ഇതെല്ലാം പറയാനുണ്ടായിരുന്നവൻ ഇപ്പൊ പറയുക, ഇതെല്ലാം ഞാൻ ക്രിസ്തു നിമിത്തം ഉപേക്ഷിച്ച് ഇതിനെയെല്ലാം ഛേദമെന്നെണ്ണുകയാണ്. അപ്പൊ കർത്താവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞാൽ ലോകം നമ്മുടെ മുമ്പാകെ ഒന്നുമില്ലാതെ വരും. ഞാൻ ഇങ്ങനെ ഒരു ഉദാഹരണം പറയും. ഞാൻ ആദ്യമായിട്ട്, എനിക്ക് പണ്ട് വിമാനം കാണുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്റെ കൊച്ചിലെ. അപ്പോ വിമാനത്തിന്റെ ശബ്ദം ഇങ്ങനെ ആകാശത്ത് മൂളുമ്പോൾ ഞാൻ വീടിന് വെളി വരും, മുകളിലേക്ക് നോക്കും. മുകളിലേക്ക് നോക്കുമ്പോൾ ശബ്ദം, ഒരു മൂളല് കേൾക്കാം. മേഘത്തിൽ നിന്ന് ഒരു പുള്ളി ഇറങ്ങി വന്നു. ഇച്ചിരിയേ ഉള്ളൂ, ഒരു കുരിശ് പോലെ ഒരു കുഞ്ഞു രൂപം. രാത്രി നോക്കിയാൽ ഒരു കുഞ്ഞു വെട്ടം. അപ്പൊ എന്റെ ചിന്തയിലിരുന്ന വിമാനം ഇത്രയേ ഉള്ളൂ, കുഞ്ഞതാ, ശകലമേ ഉള്ളൂ. കുറെ വർഷങ്ങൾ കഴിഞ്ഞു, ഞാൻ അമേരിക്കയിലേക്ക് പോകാൻ പോവുകയാണ്. ഞാൻ ഡൽഹിയിൽ നിന്നാണ് വിമാനത്തിൽ കയറാൻ പോകുന്നത്. ഞാൻ അന്ന് യാത്ര ചെയ്തത് ഇറ്റലിയുടെ അലിറ്റാലിയ വിമാനത്തിലാണ്. ഞാൻ എന്റെ ഇമിഗ്രേഷൻ ക്ലിയറൻസ് കഴിഞ്ഞു, എന്റെ ബോർഡിംഗ് പാസ് എല്ലാം കിട്ടി. ഞാൻ അകത്ത് കയറി. എനിക്ക് പോകേണ്ട വിമാനം കിടക്കുന്ന ആ ഡോറിന്റെ അടുക്കൽ, എൻട്രൻസിന്റെ അടുക്കൽ ചെന്നു. അപ്പൊ ദാ കിടക്കുന്നു താഴെ ഒരു വലിയ മുട്ടം വിമാനം. അപ്പൊ ഞാൻ കണ്ട വിമാനം ഇച്ചിരിയുള്ള ഒരു കുഞ്ഞു വിമാനമാണ്. പക്ഷെ ഞാൻ കുറെ കൂടി അടുത്തപ്പോൾ ഞാൻ ചെറുതും വിമാനം വലുതുമായി. പണ്ട് വിമാനം ചെറുതും ഞാൻ വലുതുമായിരുന്നു. ദൂരെ നിന്നപ്പോൾ അത് ചെറുതാ, ഞാൻ വലുതാ. അടുത്തു വന്നപ്പോൾ അത് വലുതാ, ഞാൻ ചെറുതാ. പക്ഷെ അതുകൊണ്ട് കാര്യമായില്ല. ഞങ്ങൾ അകത്തേക്ക് കയറാൻ തുടങ്ങി. അപ്പൊ ഞാൻ അകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ എന്റെ കൊച്ചു ബുദ്ധിയിലെ ചിന്ത അനുസരിച്ച് തല ഇടിക്കാതിരിക്കാൻ ഞാൻ തല കുരിച്ചു കയറിയപ്പോ എന്റെ മുമ്പിൽ നിന്ന 6.25 അടി പൊക്കമുള്ള മനുഷ്യൻ തല കുനിക്കാതെ നിവർന്നു പോകുന്നു. അപ്പൊ ഞാൻ തല ഉയർത്തി നോക്കിയപ്പോ ഒരു കാര്യം മനസ്സിലായി, ഞാൻ കണ്ടതുപോലെയും ഞാൻ അറിഞ്ഞതുപോലെയും അല്ല വിമാനം, ഇതെന്നേക്കാൾ വലിയതാ. 2, അതിനകത്ത് കയറി ഇരുന്നപ്പോ മനസ്സിലായി ഇതിന്റെ വലിപ്പം ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ വലിയതാ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദൈവവചനേ, ഞാൻ ഇന്ന് ഈ കർത്താവിനെ ദൂരത്ത് നിന്ന് കണ്ടേച്ച് ഇത്രേ ഉള്ളൂ എന്ന് ചിന്തിച്ച ലോകത്തിന്റെ പിന്നാലെ ഓടുന്നതെങ്കിൽ ഇന്ന് രാത്രിയെ ചിന്ത മാറ്റിവെച്ച് യേശു ഒപ്പൻ ഇത്രയല്ല, അവൻ ഉന്നതനും ഉയർന്നവനും ശാശ്വതവാസിയും, അവൻ ഉയരങ്ങളിൽ ഇരിക്കുന്നവനും, അവൻ സകലത്തെ നിർമ്മിക്കുന്നവനും സൃഷ്ടിച്ചവനും സകലത്തെ നിയന്ത്രിക്കുന്നവനുമാ. ഞാൻ നീയും അവന്റെ മുമ്പിൽ ഏതുമില്ല, അത് മറന്നു പോകരുത്. സ്തോത്രം. അവനെ അറിയേണ്ടതുപോലെ കാണേണ്ടതുപോലെ കണ്ടു കഴിഞ്ഞപ്പോ നമുക്കൊരു കാര്യം ബോധ്യമായി. പത്രോസ് പറഞ്ഞൊരു പദമുണ്ട്, നാഥ
ഞങ്ങൾ നിന്നെ അറിയേണ്ടതുപോലെ അറിഞ്ഞുകൊണ്ടിരിക്കുക. നിന്നെ വിട്ട് ഞങ്ങൾ ഇനി എവിടെയാ പോകേണ്ടത്? വേറെ ഒരിടത്തു പോയാലും നീ പറയുന്ന ആ ഇമ്പമാർന്ന മൊഴികൾ കേൾക്കാൻ ഞങ്ങൾക്ക് കഴിയത്തില്ല. നിത്യജീവന്റെ മൊഴികളാ നിന്റെ വായിൽ നിന്ന് നടന്നു വരുന്നത്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ ദൈവമേ, നീ കർത്താവിനോട് അടുക്കും തോറും അവന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ നിന്റെ നിത്യജീവനിലേക്ക് നിന്നെ നടത്തുന്ന അവന്റെ ജീവന്റെ വാക്കുകളാ. നിന്റെ അകത്തെ അതേ സന്തോഷിപ്പിക്കുന്ന ജീവന്റെ മൊഴികളാ. നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുന്ന ബലത്തിന്റെ വാക്കുകളാ. അവൻ കൽപ്പിച്ചാൽ അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് പറഞ്ഞ ജീവന്റെ വചനമാ. ആ ജീവന്റെ വചനം ഇന്ന് രാത്രി നിന്റെ അടുക്കലേക്ക് കടന്നു വന്ന നിന്റെ ബലഹീനത മാറ്റുന്നതാ, നിന്റെ രോഗത്തെ സൗഖ്യമാക്കുന്നതാ, നിന്റെ കെട്ടുകളെ പൊട്ടിക്കുന്നതാ. നീ ഇതുവരെ കണ്ട പ്രയാസം എന്ന് കരുതിയ നിന്റെ വിഷയത്തിന്റെ മറുപടിയാ യേശുവിന്റെ വാക്ക്. ഇന്ന് രാത്രി അവന്റെ വാക്കിന് നീ ഏൽപ്പിക്കപ്പെടുക. അത് നിന്റെ അകത്ത് ജീവനായി മാറ്റപ്പെടുകയാ. യേശുവിന്റെ വാക്ക് അതിൽ തന്നെ ജീവനുള്ളതാ. യേശുവിന്റെ ശബ്ദത്തിന് അതിൽ തന്നെ മാറ്റമുള്ളതാ. അവൻ പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? യേശു ക്രിസ്തു അവന്റെ ജനനത്തിൽ അവൻ ദൈവമാണെന്ന് വെളിപ്പെടുത്തിയവനാ. രണ്ട്, അവന്റെ ജനനം ലോകത്തിന് മുമ്പാകെ പറഞ്ഞു യേശു ദൈവമാണെന്ന. ജനനത്തിങ്കൽ ദൈവമാണെന്ന് ലോകത്തിന് മുമ്പാകെ വെളിപ്പെടുത്തിയ മറ്റൊരു ദൈവം ഇല്ലാത്തത് കൊണ്ടാ ഞാൻ എൻ്റെ യേശുവിനെ ആരാധിക്കുന്നത്. ഞാൻ ചലഞ്ച് ചെയ്യും പലപ്പോഴും, കാണിപ്പാൻ കഴിയുമോ യേശുവിനെ പോലെ ജനനത്തിങ്കിൽ, പ്രവൃത്തിയിൽ, ജീവിതത്തിൽ, മരണത്തിൽ, ഉയർത്തെഴുന്നേൽപ്പിൽ, സ്വർഗാരോഹണത്തിൽ ഇനി വീണ്ടും വരുമെന്ന് പറഞ്ഞ അവന്റെ വാഗ്ദത്തത്തിൽ അവന് തുല്യനായിട്ട് വേറെ ആരെങ്കിലും കാണാൻ കഴിയുമോ? ഇല്ല. യേശുവിന് പകരം വെക്കുവാൻ വേറെ ആരുമില്ല. യേശുവിന് തുല്യനായി വേറെ ആരുമില്ല. യേശുവിനൊപ്പം പറയുവാൻ വേറെ ആരുമില്ല. അതുകൊണ്ടാ പാട്ടുകാരൻ പറഞ്ഞത്, അങ്ങേ പോലെ ആരാധിപ്പാൻ യോഗ്യൻ വേറെ ആരുമില്ല. അതുകൊണ്ടാ ഇന്ന് രാത്രിയും ഞാൻ എന്റെ ശബ്ദമെടുത്ത് ദൈവത്തെ വിളിച്ചു പറയുന്നത്, അവന് തുല്യമായി വേറെ ആരുമില്ല. ശൂലേകാരത്തോട് ചോദിച്ചു, നീ ഇങ്ങനെ പ്രാകുവാനും ആണയിടുവാനും ഓടി നടക്കുവാനും നിന്റെ പ്രിയന് എന്താ വിശേഷതയുള്ളത്? മറുപടി അവള് പറഞ്ഞു, എന്റെ പ്രിയൻ നിങ്ങൾ ആരും കണ്ടതുപോലെ ഒരാളല്ല. 10,000 സുന്ദരന്മാരെ ഇറക്കി നിർത്തിയാൽ അവരിൽ ഒരുവനല്ല എന്റെ പ്രിയൻ. അവരെക്കാൾ ശ്രേഷ്ഠനാ. അവനൊപ്പം പറയാൻ ആരെയും കാണത്തില്ല. കാരണം എന്റെ താഴ്ചയിൽ എന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്നവൻ അവനാ. എന്നെ കരങ്ങളിലെടുത്തത് അവനാ. ആരുമില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിനക്കുണ്ടെന്ന് പറഞ്ഞ് എന്റെ കരം പിടിച്ചത് അവനാ. ലോകത്തിൽ ആരും എന്റെ അടുക്കൽ വരാതിരുന്നപ്പോൾ എന്റെ സമീപത്തെ കടന്നു വന്നവൻ അവനാ. അതുകൊണ്ടാ എന്റെ യേശുവിന് തുല്യം പറയാൻ ആരുമില്ല. അവനെ പോലെ ആരാധനയ്ക്ക് യോഗ്യൻ ആരുമില്ല. അത് കാരണം യേശു ദൈവമാണ്. പ്രവൃത്തിയിൽ കനാവിലെ കല്യാണ വീട്ടിൽ ചെന്നപ്പോ യേശു പറഞ്ഞൊരു പദമുണ്ട്, വെള്ളം കോരി നിറയ്ക്കാൻ. വെള്ളം കോരി നിറച്ചു. സൃഷ്ടാവ് സൃഷ്ടിയുടെ മുമ്പിൽ നിന്ന് ഒരൊറ്റ നോട്ടമേ നോക്കിയുള്ളൂ. ആ വെള്ളത്തിൽ അവൻ കൈയിട്ടില്ല. ഇല്ല, യേശു കൈയിട്ടില്ല. ആ വെള്ളത്തിനകത്ത് അവൻ വേറൊന്നും ചെയ്തില്ല. വെള്ളം കോരി നിറയ്ക്കാൻ പറഞ്ഞു, നിറച്ചു. അവൻ ആ വെള്ളത്തെ നോക്കിയതേ ഉള്ളൂ. കോരി വിരുന്ന് വാഴിക്ക് കൊടുക്കാൻ പറഞ്ഞപ്പോൾ സൃഷ്ടാവിന്റെ നോട്ടത്തിന് മുമ്പാകെ സൃഷ്ടിയുടെ നിറം മാറി, സൃഷ്ടിയുടെ ഗുണം മാറി. ദൈവമേ, ഇന്ന് രാത്രി എന്റെ നിന്റെ നിറം ഗുണവും മാറിയതിന്റെ കാരണം അവൻ നമ്മെ നോക്കിയത് കൊണ്ടാ. അവന്റെ നോട്ടത്തിന് മുമ്പിലാ. സമൂഹത്തിലെ തള്ളപ്പെട്ട് കിടന്ന കുഷ്ഠരോഗിയെ, അറയ്ക്കപ്പെട്ട് കിടന്ന കുഷ്ഠരോഗിയെ ആരും തൊടാനില്ലാതിരുന്നപ്പോ എന്റെ യേശു കുഷ്ഠരോഗിയെ തൊട്ടപ്പോഴെന്താ സംഭവിച്ചത്? കുഷ്ഠരോഗം പാടെ മാറി. അവൻ തൊട്ട കുഷ്ഠരോഗി മാറി. അതെ, മരിച്ച വിധവയുടെ മകനെ, നൈനിലെ വിധവയുടെ മകനെ അതെ ചുമ്മിക്കൊണ്ട് വന്ന മഞ്ചം തൊട്ട് ആ മഞ്ചം നിർത്തിച്ചു. അവിടെ വെച്ച് ചോദിച്ചു, യൗവനക്കാരാ എഴുന്നേൽക്ക്. സ്തോത്രം. എന്റെ യേശു ആരാണെന്നറിയാമോ? വെള്ളത്തെ വീഞ്ഞാക്കി, കുഷ്ഠരോഗിയെ സൗഖ്യമാക്കി, മരിച്ച അതെ നൈനിലെ മരിച്ച ആ വിധവയുടെ മരിച്ചുപോയ മകനെ, യൗവനക്കാരനെ അവൻ ഉയർപ്പിച്ചു. ലാസറിനെ കല്ലറയ്ക്ക് ചെന്നു.
ചില ഉപദേശിമാരെ വിളിക്കുന്ന പോലെ വലിയ ശബ്ദത്തിൽ അതിനെ വലിയ മെഗാഫോണൊന്നും വെച്ച് യേശു വിളിച്ചില്ല. അവൻ അവിടെ ചെന്ന കല്ലറയ്ക്ക് നിന്ന് അവന്റെ പേര് ചൊല്ലി വിളിച്ചു, ലാസറേ കം ഔട്ട്. അവൻ ഒറ്റ വാക്ക് പറഞ്ഞതേ ഉള്ളൂ. ദൈവമേ, എത്ര ശബ്ദം ഉയർത്തുന്നു എന്നതിലല്ല, അധികാരമുള്ളവൻ ഒരു വാക്ക് കൽപ്പിക്കുന്നതിൽ ആ വിഷയം. അവനൊരു വാക്ക് കൽപ്പിച്ചപ്പോൾ അകത്ത് കിടന്ന ലാസർ, മരിച്ചു നാറ്റം വെച്ചെന്ന് ലോകം പറഞ്ഞ ലാസർ, അവൻ ഇറങ്ങി വരികയാ. എന്താ കാരണം? നിർമ്മിച്ചവൻ, മൂക്കിൽ ജീവശ്വാസം പുതിയവൻ, അവൻ കൽപ്പിച്ചാൽ അവൻ അടങ്ങിയിരിക്കാൻ ഒക്കത്തില്ല. അവൻ ഇറങ്ങി വരികയാ. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയവൻ, അത് തിരമാലകളെ ഒതുക്കിയവൻ, ലോകത്തിലെ സകല ശക്തികളെ നിയന്ത്രിക്കുന്നവൻ, ഇതാണ് എന്റെ യേശു. കഴിഞ്ഞോ? ഇല്ല, കഴിഞ്ഞില്ല. എന്റെ യേശുവിനെ കുറിച്ച് പറയാൻ എനിക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്. പൗലോസ് കൊലോസിക്ക് ലേഖനം എഴുതിയപ്പോൾ ഇങ്ങനെ പറഞ്ഞു. കൊലോസ് ലേഖനം 1-ാം അധ്യായം അതിന്റെ പരിചയമുള്ള വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നത്, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാ. അദൃശ്യനായ ദൈവം തന്നെ മനുഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുത്തത് എന്റെ യേശുവിലൂടെയാ. അവൻ സകലത്തിന്റെയും ആദിജാതന. അവൻ മുഖാന്തിരം സകലം ഉളവായി. അവൻ സകലത്തെ ഉളവാക്കി. അവൻ സകലം അവന് മുഖാന്തിരം ഉളവാക്കി. സകലം അവന് വേണ്ടി ഉളവാക്കി. അവൻ സകലത്തിന് മുമ്പേ ഉള്ളവൻ. മാത്രമോ അല്ല, അവൻ സകലത്തെയും തന്റെ കൈയിൽ കീഴിൽ വഹിക്കുന്നവനാ. അവൻ സകലത്തിന്റെ തലയുടെ, അതെ, ശരീരത്തിന്റെ തലയായിരിക്കുന്നവനാ. അവൻ സകലത്തിന്റെ ആരംഭമാ, സകലത്തിന്റെയും ആദ്യമായിരിക്കുന്നവനാ. അവനെ കുറിച്ച് പറയുക, അവൻ അൽഫയാ, അവൻ ഓമേഗയാ, അവൻ ആദ്യനാ, അവൻ അന്ത്യനാ, അവൻ ജീവനാ, അവൻ മരണമല്ല, അവൻ മരണത്തെ ജയിച്ചവനാ. മരണത്തെ ജയിച്ച ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ പേരാ. അവൻ യേശു, അവൻ ക്രിസ്തുവ, അവൻ രക്ഷകനാ, അവൻ വീണ്ടെടുപ്പുകാരനാ, അവൻ രാജാവാ, അവൻ വീണ്ടും വരുന്നവനാ, അവൻ ഉന്നതനാ, അവൻ ഉയർന്നിരിക്കുന്നവനാ, അവൻ ശാശ്വതവാസിയാ. എന്റെ യേശുവിനെ ഇങ്ങനെ വന്ദിക്കുവാൻ നമ്മുടെ നാവുകൾ കൊണ്ട് സാധ്യമല്ല. ദൈവവചനേ പിന്നെയും നമുക്ക് പറയുവാൻ അവനെ കുറിച്ച് ധാരാളമുണ്ട്. അപ്പോ ഈ യേശു ആദ്യനും അന്ത്യനും ഒക്കെ ആയിരിക്കുമ്പോ യേശു ഇമ്മാനുവേല എന്ന് പറഞ്ഞാൽ അവൻ നമ്മോടുകൂടെ നമ്മുടെ ഇടയിൽ വസിക്കുന്നവനാ. എന്തിനാ നമ്മുടെ ഇടയിൽ കർത്താവ് വന്നത്? നമ്മൾ പ്രാർത്ഥിക്കുമല്ലോ, കർത്താവേ, നിന്റെ വാഗ്ദത്തം പോലെ 2-3 പേർ കൂടി വരുന്നിടത്ത് നീ അവിടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ കർത്താവുണ്ട്. എന്റെ അടുക്കൽ കർത്താവുണ്ട്. നിങ്ങളുടെ വീട്ടിൽ, നിങ്ങൾ ഇരിക്കുന്നിടത്ത് കർത്താവുണ്ട്. എന്തിനാ കർത്താവ് ഇറങ്ങി വന്നത്? കർത്താവ് ഇറങ്ങി വന്നത് നമ്മൾ ഇട്ടിരിക്കുന്ന പെർഫ്യൂമിന്റെ മണം നോക്കി നല്ല കമ്പനിയുടേതാണോ എന്ന് ചോദിക്കാൻ വന്നതല്ല. കർത്താവ് വന്നത് നമ്മുടെ ആരുടെയും സൗന്ദര്യം കാണാൻ വന്നതല്ല. കർത്താവ് വന്നത് കഴിഞ്ഞ ആഴ്ച നീ എത്ര രൂപ സ്വോത്രം കാഴ്ച ഇട്ടെന്നറിയാൻ വന്നതല്ല. ഇതിനൊന്നിനുമല്ല കർത്താവ് വന്നത്. കർത്താവ് വന്നതിന് 2 കാരണമുണ്ട്. ഒന്നുകിൽ നിനക്ക് കർത്താവിനെ തൊടാം, അല്ലെങ്കിൽ കർത്താവ് നിന്നെ തൊടും. സ്തോത്രം. എനിക്ക് എന്റെ കർത്താവിനെ തൊടാനാ അവന്റെ അടുക്ക വന്നത്. എന്നെ ഒന്ന് തൊടാനാ. എന്തിനാ കർത്താവ് എന്നെ തൊടുന്നത്? എന്നെ തൊട്ടാൽ എന്റെ ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ വ്യാപരിക്കുന്ന ഒരു ജീവനുണ്ട്. എന്റെ അസ്ഥികൾക്ക് തരുന്നൊരു ബലമുണ്ട്. എന്റെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുന്ന ഒരു ശക്തിയുണ്ട്. സ്തോത്രം. എന്റെ അനുഭവങ്ങൾക്ക് ഒരു വ്യത്യാസം വരും. എപ്പോഴാ? എന്റെ അപ്പൻ എന്നെ ഒന്ന് തൊടുമ്പോ. സ്തോത്രം. ദൈവത്തിലെ ഒരു ഉപദേശി തൊട്ടാൽ ഒന്നും സംഭവിക്കത്തില്ല. ഒരു വലിയ പ്രവാചകൻ തൊട്ടാൽ ഒന്നും സംഭവിക്കത്തില്ല. ഒരു സാധാരണ മനുഷ്യൻ തൊട്ടാൽ ഒന്നും സംഭവിക്കത്തില്ല. എന്നാൽ അവൻ നിന്നെ തൊട്ടാൽ ഇന്ന് രാത്രി അത് വിടുതല. ഇന്ന് രാത്രി അത് അഭിഷേകമാണ്. എന്താ കാരണം? അവന്റെ പേര് അഭിഷക്തനെന്നാ. സ്തോത്രം. അവന്റെ പേര് അഭിഷക്തനാ. ഇന്ന് രാത്രി വരെ ഈ പരിശുദ്ധാത്മ നിറവ് പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിന് നമ്മൾ ഒന്നിച്ച് ഒരു കോളി കൂടിയിരിക്കണമെന്നില്ല. ഇന്ന് രാത്രി നിങ്ങൾ ഇരിക്കുന്ന വീടിനകത്ത്, നിങ്ങളുടെ മുറിക്കകത്ത് എന്റെ യേശുവിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നതാ. പരിശുദ്ധാത്മാവിനെ നിന്റെ മേൽ അയക്കേണ്ടതിനാ. അവൻ നിന്നെ തൊട്ട് കഴിഞ്ഞാൽ യേശു അവന്റെ മേൽ ഊതിയിട്ട് പറഞ്ഞു, അതെ, ഞാൻ എന്റെ ആത്മാവിനെയും അധികാരവും ഞാൻ നിങ്ങൾക്ക് തരികയാണ്. അങ്ങനെയാണെങ്കിൽ യേശു ഇന്ന് രാത്രി നിന്റെ അടുക്കൽ വന്ന
നിന്റെ അടുക്കൽ തൈലക്കൊമ്പമായി വന്നിരിക്കുന്നത് അത് വെറുതെ അതുമായി മടങ്ങിപ്പോകാനല്ല, നിന്റെ മേൽ ഇന്ന് രാത്രി അഭിഷേകം പകരാനാ. എന്തിനാ? നിന്റെ ഒരു ശുശ്രൂഷയ്ക്കായിട്ട്, നിന്റെ കർത്താവിന്റെ വേലയ്ക്കായിട്ട്. നാളുകളായല്ലോ ഇറങ്ങി തിരിച്ചിട്ട്. പ്രസംഗം കേൾക്കുന്നുണ്ട്, അന്യഭാഷ പറയുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താ നീ കർത്താവിന് വേണ്ടി ചെയ്യുന്നത്? എന്തുകൊണ്ട് ചെയ്യാൻ കഴിയുന്നില്ല? നിന്റെ പേരിൽ ഈ നിയോഗമില്ലാത്തത് കൊണ്ട്. ഈ നിയോഗം തരാനാ ഇന്ന് രാത്രി കർത്താവ് നിന്റെ അടുക്കൽ വന്നത്. ഈ നിയോഗം തരാനാ അവൻ നിന്നെ തൊടുന്നത്. സ്തോത്രം. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. യേശുപ്പൻ സ്വർഗാരോഹണം ചെയ്യുന്നതിന് ശിഷ്യന്മാരോട് പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല അധികാരവും ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ആ അധികാരത്തോടെ നിങ്ങൾ പുറപ്പെട്ടു പോകണം. എന്നിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഒരുവന് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവന്റെ പേരുള്ള ഭൂതമുണ്ടെങ്കിൽ അത് അഴിഞ്ഞു പോകും. സ്തോത്രം. അവൻ അന്യഭാഷകളിൽ സംസാരിക്കും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ഞാൻ വിശ്വസിക്കുന്നു ഇത് 1-ാം നൂറ്റാണ്ടിൽ നടന്നിട്ട് അവസാനിച്ചില്ല. ഈ അന്ത്യകാലത്ത് നമ്മിലൂടെ അത് വെളിപ്പെടുത്താൻ കർത്താവ് ആഗ്രഹിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമേ, നിങ്ങളുടെ എല്ലാവരുടെയും മുഖം എനിക്ക് കാണാൻ കഴിയുന്നില്ല. എന്നാൽ നിങ്ങളിൽ ചിലരെ കർത്താവ് ഈ അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിക്കാൻ പോകുക. അതിനുള്ള പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിന്റെ മേൽ പകരാനാ ഇന്ന് രാത്രി കർത്താവ് നിന്റെ അടുക്കൽ, നിന്റെ മുറിയിൽ വന്നിരിക്കുന്നത്. നിനക്കത് വിശ്വസിച്ച് ഏറ്റെടുക്കാൻ കഴിയുമോ? അത് ഏറ്റെടുത്താൽ നാളെ നിന്റെ ജീവിതം കൊണ്ട് ശുശ്രൂഷയിൽ ആ വ്യത്യാസം നിനക്ക് ഗ്രഹിക്കാൻ കഴിയും. ഇതുവരെ ശുശ്രൂഷിച്ച ശുശ്രൂഷയല്ല, ആരാധിച്ച ആരാധനയല്ല, അക്ഷരത്തിന്റെ ആരാധനയല്ല, അത് കൊല്ലുന്ന ശുശ്രൂഷയാ. ജീവിപ്പിക്കുന്ന ഒരു പുതിയ ശുശ്രൂഷ തമ്പുരാൻ നിന്റെ കൈകളിൽ ഏൽപ്പിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ മുൻപോട്ട് പോകട്ടെ. യേശു കർത്താവ് നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്നു. നമ്മുടെ അടുക്കൽ നമ്മോടുകൂടെ. നാം വായിക്കുന്നു എഫേസ്യ ലേഖനത്തിൽ 1-ാം അധ്യായം അതിന്റെ 17 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അത് യേശു ക്രിസ്തുവിന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് നാം തിരിച്ചറിയണം. 2, ആ തിരിച്ചറിവ് മാത്രമല്ല, നമ്മെ എന്തിനാ കർത്താവ് വിളിച്ചത്, ആ വിളിയാലുള്ള ആശ നാം തിരിച്ചറിയണം. 2, അവന്റെ വല്ലഭത്വത്തിന്റെ ആ മഹത്വം നാം ഒന്ന് ഗ്രഹിക്കണം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവന്റെ വിളിയാലുള്ള ആശ ഇന്നതൊന്നും തന്റെ വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിന്. അപ്പം വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം. ഇവിടെ 2018 ഞങ്ങളുടെ റാന്നിയിലെല്ലാം വെള്ളം വന്നു. ഭയങ്കര വെള്ളപ്പൊക്കമായി. വെള്ളപ്പൊക്കത്തിന്റെ മുമ്പ് എന്റെ ഹൃദയത്തിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, കോന്നി വരെ പോകണം. കോന്നി പോയി കൊട്ടവഞ്ചിയെ കയറണം. അവിടെ ഞാൻ റാന്നിന്ന് കോന്നി വരെ പോകണം. അവിടെ ചെന്ന് കൊട്ടവഞ്ചിക്ക് 400-500 രൂപ കൊടുത്താൽ അരമണിക്കൂർ അവരെന്നെ ആ കൊട്ടവഞ്ചിയേക്ക് എത്തി കറക്കിക്കൊണ്ടുവരും. ഇതെന്റെ ആഗ്രഹമായിരുന്നു. എന്റെ തമ്പുരാൻ ഭക്തന്മാരുടെ ആഗ്രഹം അങ്ങ് സാധിപ്പിച്ചു. എന്റെ ആഗ്രഹവും സാധിപ്പിച്ചു. അതൊരു ഭയങ്കര സാധിപ്പിയതായി പോയി. ഞാൻ കോന്നിക്ക് പോയില്ല. കോന്നി കിടന്ന കൊട്ടവഞ്ചിക്കാരൻ കൊട്ടവഞ്ചി ചുമ്മി വണ്ടിയെ കയറ്റി ഇവിടെ വന്നിട്ട് എന്റെ വീട്ടിന്റെ മുറ്റത്ത് വന്നു. എന്റെ വീട്ടിന്റെ 1-ാമത്തെ നിലയിൽ നിന്ന് ആദ്യം ഉച്ചയ്ക്ക് വന്ന് എന്റെ ഭാര്യയും അമ്മായിയമ്മയും അനിയത്തെയും കൂടെ അവരെ കൊണ്ടുപോയി, അങ്ങ് കൊണ്ടുപോയി. വൈകുന്നേരമായപ്പോ വീണ്ടും അവൻ തന്നെ വന്നു, എന്നെയും കയറ്റി. കോന്നി പോയാൽ അരമണിക്കൂർ കയറാൻ 500 രൂപ കൊടുക്കേണ്ടടുത്ത് 5 പൈസ പോലും കൊടുക്കാതെ മണിക്കൂർ യാത്ര ചെയ്താ ഞാൻ ഈ മർത്തമ ആശുപത്രിയുടെ അവിടം വരെ പോയത്. പിറ്റേ ദിവസം പിന്നെയും കയറി, 3-ാമത് പിന്നെയും കയറി, 5 പൈസ കൊടുത്തില്ല. അപ്പോ ഈ വെള്ളപ്പൊക്കം കഴിഞ്ഞപ്പോ നാശനഷ്ടം ഉണ്ടായവർക്കൊക്കെ സർക്കാർ ഓരോ പശുവിനെ കൊടുത്തു. ഈ പശുവിന്റെ എല്ലാം കാതയിൽ മുദ്ര കുത്തിയിട്ടുണ്ട്. ഈ മുദ്ര സീല് കാണുമ്പോൾ ഓർത്തോണം, ഇത് ആരുടേതാ? ഇത് സർക്കാരിൻ്റെതാ. ദൈവമേ, എനിക്കും നിനക്കും ഒരു സീലുണ്ട്. അത് ഖാതയിലല്ല. എഫേസ്യ ലേഖനം തന്നെ 1-ാം അധ്യായത്തിന്റെ 10-11 വാക്യം വായിക്കുമ്പോൾ വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവിനെ അച്ചാരമായി, സീലായിട്ട് നിങ്ങളുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. അപ്പൊ എന്റെ ഹൃദയത്തിൽ അവൻ പരിശുദ്ധാത്മാവിനെ അച്ചാരമായി തന്നിരിക്കുക.
കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞ അതേ പദം തന്നെ പറഞ്ഞു. അതേ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ അതേ മുദ്രയിട്ടിരിക്കുന്നു. അപ്പൊ പരിശുദ്ധാത്മാവിനാൽ സീൽ ചെയ്തതായ എന്റെ ഹൃദയം, എന്റെ അകത്ത് പരിശുദ്ധാത്മാവ് വസിക്കുന്നു. ഈ വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നു. അതേ അവന്റെ ആ മഹത്വം, ആ തേജസ്സിന്റെ മുദ്ര നിന്റെ അകത്തിരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും തന്റെ വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അറിയേണ്ടതിന് ക്രിസ്തു മസിയ, ക്രിസ്തു അഭിഷേക്തൻ എന്നെ അഭിഷേകം ചെയ്തു. എന്തിനാ? ആ മഹത്വം ഞാനൊന്ന് അറിയേണ്ടതിന്. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, കേവലം അന്ന് പ്രാപിച്ച 2 അന്യഭാഷ കൊണ്ടാണ് ഇരിക്കുന്നതെങ്കിൽ നീ ഇതുവരെ ആ മഹത്വം ഗ്രഹിച്ചിട്ടില്ല. ഇതുവരെ അത് പ്രാപിക്കേണ്ടതുപോലെ പ്രാപിക്കാൻ കഴിഞ്ഞില്ല. അവന്റെ ആ മഹത്വത്തിന്റെ അളവറ്റ മഹിമ, അളവറ്റ ധനം, അതിന്റെ ആഴം ഒന്ന് അറിയേണ്ടതിന്. അത് അളവില്ലാത്തതാ. കർത്താവ് ആത്മാവിനെ തരുന്നത് അളന്നല്ല. ദൈവമേ, ആത്മാവിനെ അളവ് കൂടാതെ നിന്റെ മേൽ ആത്മാവിനെ തന്നപ്പോൾ 2 കാര്യവും സംഭവിച്ചു. ഒന്ന്, നീ യേശുവിനെ രക്ഷിതമായി സ്വീകരിച്ചപ്പോ യേശു നിന്റെ ഹൃദയത്തിൽ, നീ യേശുവില്. അപ്പോ ഞാൻ യേശുവിലും യേശു എന്നിലുമായി. ഞാൻ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എന്നിലും, ഞാൻ പരിശുദ്ധാത്മാവിനുമായി. സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം നിങ്ങൾ പിന്നെ വായിച്ചാൽ മതി. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവരിരുന്ന വീടിന്റെ മേൽ അത് കൊടിയ കാറ്റടിക്കുന്നത് പോലെ അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. അപ്പോ ഈ കൊടിയ കാറ്റ് എന്റെ മേൽ പതിഞ്ഞപ്പോ ഞാൻ പരിശുദ്ധാത്മാവിലായി. അപ്പോൾ തന്നെ എന്റെ അകത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോ ഞാൻ അന്യഭാഷ പറയാൻ തുടങ്ങി. അപ്പോൾ അകത്ത് നിറവ്, പുറത്ത് ഞാൻ ആത്മാവിൽ. അകത്ത് ആത്മശക്തി അന്യഭാഷയായി പുറത്തു വരുന്നു, പുറത്തത് അഗ്നിയായി വെളിപ്പെടുക. നിന്റെ മേൽ വ്യാപരിക്കുന്ന ശക്തി എന്ന് പറയുന്നത് ഒരു സാധാരണ ശക്തിയല്ല. പരിശുദ്ധാത്മാവിനെ ഒരു സാധാരണ ശക്തിയായി നമ്മൾ തരം താഴ്ത്തി കളയരുത്. യേശുവപ്പനെ ഒരു സാധാരണ ഗുരുവായി തരം താഴ്ത്തി കളയരുത്. ഇല്ല, അവൻ എന്റെ മേൽ പകർന്ന ആത്മാവ് ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ, മരണത്തിന്റെ മേൽ ജയമെടുത്ത ആത്മാവ, സകലത്തിന്റെ മേൽ അധികാരമുള്ള ആത്മാവ. അവൻ കൽപ്പിച്ചപ്പോ അങ്ങനെ സംഭവിച്ചു എന്ന് തിരുവചനം എഴുതിയിരിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്റെ അകത്ത് വ്യാപരിക്കുമ്പോ നീ ഇന്ന് രാത്രി കൽപ്പിച്ചാൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും. നീ രോഗത്തോട് കൽപ്പിച്ചാൽ, നീ പിശാചിനോട് കൽപ്പിച്ചാൽ, നീ ഭൂതത്തോട് പറഞ്ഞാൽ, നീ സകല എതിർപ്പുകളോട് പറഞ്ഞാൽ, നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി. ഇന്ന് രാത്രി അത് അങ്ങനെ തന്നെ സംഭവിക്കും. അതിന്റെ കുടുംബത്തിൽ, നിന്റെ ജീവിതത്തിൽ, നിന്റെ ഭവനത്തിൽ, നിന്റെ തലമുറയിൽ, അത് നിന്റെ ചാർച്ചക്കാരിൽ ഇന്ന് രാത്രി അത് സംഭവിച്ചുകൊണ്ടിരിക്കുക. കാരണം നിന്റെ വാക്കിന് അധികാരമുണ്ട്. നീ ഉച്ചരിച്ച വാക്ക് അത് ജീവന്റെ വാക്കാ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കർത്താവ് വന്നത് ഈ നിയോഗം നിന്റെ മേൽ തരാനാ, ഈ അഭിഷേകം നിന്റെ മേൽ പകരാനാ. ഞാൻ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതിന് മാത്രമാണ് യേശു ഒപ്പം വന്നത്? അല്ല, യേശു ഒപ്പം വന്നത് വെളിപ്പാട് പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, തന്നോ അവന്റെ കൂടാരം ഇറങ്ങി വന്നു. അവരുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്നപ്പോ പറയാ, ഇതാ മനുഷ്യനോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. എന്നിട്ട് അടുത്ത വാക്യങ്ങൾ പറയാ, ദൈവം താൻ അവരുടെ ദൈവമായി കണ്ണിൽ നിന്ന് കണ്ണുനീര് തുടച്ചു കളയുക. അവരുടെ ദുഃഖം മാറി, മുറവിളി മാറി. ഇനി കഷ്ടമില്ല, ദുഃഖമില്ല, മരണമില്ല, രോഗമില്ല. ഇതിനാ യേശു ഒപ്പൻ ഇറങ്ങി വന്നത്. മാത്രമോ അല്ല, പോരാ. നാം വായിക്കുന്നു യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം അതിന്റെ 1 വാക്യം വായിക്കുമ്പോ നമുക്കതിന്റെ ആരംഭവാക്യങ്ങൾ കാണാതറിയാം. കണ്ണീ നാം ദൈവമക്കൾ ഒന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. അടുത്ത വാക്യം നമ്മൾ ശ്രദ്ധിക്കണം. എന്നാൽ ഇപ്പൊ നാം ദൈവമക്കളാ, കാരണം പരിശുദ്ധാത്മാവിനാൽ നമ്മെ മുദ്രയിട്ടു. ഈ പരിശുദ്ധാത്മാവ് അകത്തിരുന്ന് നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു നാം ദൈവ പൈതലാണെന്ന്. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ഞാൻ ദൈവ പൈതല. ഇന്നത്തെ ഇന്നാരുടെ മകൻ എന്ന് പറയുന്നതിനേക്കാൾ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം ഞാൻ ഒരു ദൈവ പൈതൽ എന്ന് പറയുന്നതില്ല. സ്തോത്രം. 2, യേശു വന്നതിന്റെ അടുത്ത കാരണം
നാം ആ വാക്യത്തിൽ വായിക്കുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. പ്രിയമുള്ളവരെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകൊണ്ട്. സ്തോത്രം. നോക്കിക്കേ, ഞാനിപ്പോ എനിക്ക് എന്റെ യേശുപ്പനെ എന്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്നില്ല. എന്നാൽ ഞാൻ അവനെ കാണുന്ന ഒരു ദിവസമുണ്ട്. യോബും പറഞ്ഞല്ലോ, യോബ് തന്റെ കഷ്ടതയെ ആഴത്തുന്നുകൊണ്ട് പറഞ്ഞു, അന്യനല്ല, എന്റെ സ്വന്തം കണ്ണാ ഞാൻ ഒരിക്കൽ അവനെ കാണും. അവൻ പൊടിമേൽ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു. അതെ, എന്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ അവനെ കാണാൻ പോകുക. അവനെ കാണാൻ പോകുമ്പോൾ എനിക്ക് ഈ ജഡശരീരത്തിൽ അവനെ കാണാനൊക്കത്തില്ല, ആത്മശരീരത്തില. അതുകൊണ്ട് എന്താ ചെയ്യുന്നതെന്നറിയാമോ? എന്റെ ഈ ജഡശരീരത്തെ അവൻ എന്റെ ഈ താഴ്ചയുള്ള ശരീരത്തെ അവൻ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്താൻ പോകുകയാ. സ്തോത്രം. അതാ തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് പറഞ്ഞത്, കാഹളം ധ്വനിക്കുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കും, പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം എല്ലാവരും അതെ തേജസ്കരിക്കപ്പെട്ട് യേശുവിനെ എതിരേൽപ്പാൻ അതെ തേജസ്സിൽ എടുക്കപ്പെടും. നാം തേജസ്കരിക്കപ്പെടും. നമ്മുടെ ഈ ദ്രവത്വമുള്ള ശരീരം മാറും, അദ്രവത്വത്തെ ധരിക്കും. താഴ്ചയുള്ള ശരീരം മാറും, അതെ തേജസ്സിന്റെ ശരീരമായി മാറ്റപ്പെടും. അപ്പോ ഞാൻ അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകൊണ്ട് ഞാൻ അവരോട് സദൃശനാകും. ഞാൻ ആരെ പോലെ ആകാൻ പോകുകയാ? ഞാൻ എന്റെ യേശുവിനെ പോലെ ആകാൻ പോകുകയാ. ഇപ്പോഴത്തെ എന്റെ നിറം അത് മാറും. ഇപ്പോഴത്തെ എന്റെ രൂപം ഭംഗിയില്ലാത്ത ഈ ശരീരം മാറും. അത് എന്റെ അവസ്ഥകൾക്കെല്ലാം വ്യത്യാസം വരും. എന്റെ ഈ നരച്ച തലമുടി ഉണ്ടല്ലോ, അതിന് വ്യത്യാസം വരും. ഇതെല്ലാം മാറി ഞാൻ ആരെ പോലെ ആകുമെന്നറിയാമോ? ഞാൻ എന്റെ യേശുവിനെ പോലെ ആകാൻ പോകുകയാ. ഫിലിപ്പ് ലേഖനത്തിൽ പൗലോസ് പറയുക, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും, നാം കാത്തിരിക്കുന്നു. അവൻ വരുമ്പോൾ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. കാരണം എന്താ? എന്റെ യേശു ആരാ? എന്റെ യേശു രക്ഷകനാ, വീണ്ടെടുപ്പുകാരനാ, അവൻ ക്രിസ്തോസ, അവൻ അഭിഷക്തനാ, അവൻ ഇമ്മാനുവേലാ, എന്നും എന്റെ കൂടെ ഇരിക്കുന്നവനാ. ഇവിടെ കൊണ്ട് തീരുകയല്ല. മരിച്ചു മൺമറഞ്ഞു കഴിയുമ്പോ എന്റെ അവസ്ഥ മാറുകയല്ല. മരണത്തിനപ്പുറത്ത് പ്രത്യാശ തന്ന എനിക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ടെന്ന അവന്റെ ഉയർത്തെഴുന്നേൽപ്പിനാ തെളിയിച്ചവൻ. അവൻ ജീവിച്ചെഴുന്നേറ്റപ്പോ പറഞ്ഞു, ഞാൻ മരിച്ചു, എന്നേക്കും ജീവിക്കുന്നത് കൊണ്ട് എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് പറഞ്ഞ എന്റെ യേശു, അവൻ ജീവന്റെ ഉറവിടമാണ്. ഇന്ന് രാത്രി ഈ യേശുവിനെ കണ്ടു കഴിഞ്ഞത് കൊണ്ട്, ഈ യേശുവിനെ നാം പ്രാപിച്ചത് കൊണ്ട്, ഈ യേശു നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നത് കൊണ്ട്, ഈ യേശുവിൽ നാം ആയിരിക്കുന്നത് കൊണ്ട്, ഈ മഹത്വത്തിന്റെ ആ തേജസ്സിനാൽ നമ്മെ മുദ്രയിട്ടിരിക്കുന്നത് കൊണ്ട്, ദൈവമൈതലേ, നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കേണ്ടത് പോലെ ആരാധിക്കണം. അത് കേവല വാക്കുകളും മതചലവനങ്ങളുമല്ല. നമ്മുടെ ആരാധന തേജസ്സിന്റെ ആരാധനയാകണം. നമ്മുടെ ആരാധനയിൽ അഗ്നി ഇറങ്ങണം. നമ്മുടെ ആരാധന കഴിഞ്ഞ് നാം വെളിയിൽ ഇറങ്ങുമ്പോ നമ്മെ കാണുമ്പോൾ അത് മറ്റുള്ളവർ പറയണം, ഇവന്റെ മുഖത്തൊരു തേജസ് ഉണ്ട്. നമ്മുടെ ആ തേജസ് അടുത്തൂടെ പോകുന്നവനെ സൗഖ്യമായി വ്യാപരിക്കണം. അതെ, പൗലോസും ശീലാസും അത് പത്രോസും ഒക്കെ യാത്ര ചെയ്തപ്പോൾ അവരുടെ നിഴല് തട്ടി രോഗികൾ സൗഖ്യമായെങ്കിൽ അത് നിന്നിലൂടെ നടക്കും, അത് നിന്നിലൂടെ വെളിപ്പെടും. ഈ അഭിഷേകം, നിയോഗം നിന്നെ ഒരു പ്രത്യേക ശുശ്രൂഷയ്ക്കായി ഒരുക്കട്ടെ. ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് പ്രകാരമായിരിക്കാൻ കർത്താവ് അവസരമല്ലോ. ഇങ്ങനെ ശുശ്രൂഷയ്ക്ക് എന്നെ ക്ഷണിച്ച കർത്താവിന്റെ ദാസനോട്, അതിന് മുഖാന്തരമായി തീർന്ന ശമല കുട്ടിച്ചാനോട്, ആ കുടുംബത്തോട്, നിങ്ങളോട് എല്ലാവരോടുള്ള നന്ദി, സ്നേഹം ഞാൻ അർപ്പിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് വരാറായി. തേജസ്കരിക്കപ്പെട്ട യേശുവിനെ നമ്മുടെ കണ്ണുകൊണ്ട് കാണാറായി. നമുക്ക് ഒരുങ്ങാം. കർത്താവിന്റെ വരവിന് വേണ്ടി നമ്മെ തന്നെ ഒരുക്കാം. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.